ഇതൊരു നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടുത്തെ പോറ്റി കുറേ നാൾ മുമ്പ് എൻ്റെ കയ്യിൽ ഒരു നാരങ്ങാമാല എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ നാരങ്ങ വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിട്ടിട്ട് വീഡിയോ എടുത്ത് ചാനലിൽ ഇടണേ എന്ന് പറഞ്ഞു. ഞാനതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ കുറേ നെല്ലിക്ക എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് അച്ചാറിട്ട് വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ നെല്ലിക്ക അങ്ങനെ ഞാൻ ഹൃദയത്തിനോട് അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. 2 ദിവസം ആയതുകൊണ്ട് ആ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഞാൻ ആ നെല്ലിക്ക ചെറുതായിട്ട് അതിൻ്റെ അരി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് ആ നെല്ലിക്ക അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ നെല്ലിക്ക ഒന്ന് സോഫ്റ്റും ആവും, ഒരിക്കലും ചീത്തയാവില്ല. ഇനി ഒരു ടേബിൾ സ്പൂൺ വരെ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഒരു പെപ്പർ പൊടിയും 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി, അല്പം കായപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതി, കൂട്ടിയൊന്നും വെക്കേണ്ട. ചെറു തീയിൽ വെച്ച് നന്നായിട്ട് അല്പം കൂടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ നല്ലെണ്ണയിൽ വഴറ്റുമ്പോഴത്തേക്ക് നെല്ലിക്ക എത്ര നാളിരുന്നാലും കേടാകുകയില്ല. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളത് വഴറ്റി ഇതേ കണ്ടില്ലേ, നല്ല എണ്ണ തെളിയുന്ന ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം വഴറ്റാൻ. ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം ശർക്കര പൊടിച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല മധുരവുമാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. അധികം വേണ്ട കേട്ടോ, ഒരു കുറച്ച് ശർക്കര ഞാനിപ്പോൾ കാണിച്ചില്ലേ അതുപോലെ അത്രയും ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതേ കണ്ടില്ലേ, ഈ പരുവമൊക്കെ ആയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് അത് കേടുകൂടാതെ ഒരുപാട് നാളിരിക്കും. പക്ഷേ വിനാഗിരി ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നമ്മൾ വെള്ളമയം തൊട്ട സ്പൂണോ കയ്യോ ഒന്നും ഉപയോഗിക്കാതെ ഇരുന്നാൽ മതി. ഈ നെല്ലിക്ക അച്ചാർ എത്ര മാസങ്ങൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളും കേട്ടോ. പിന്നെ വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ രാത്രി തയ്യാറാക്കി വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസമാണ് അത് കുപ്പിയിൽ അടച്ച് വെച്ചത്. ആ കുപ്പിയും അതുപോലെ തന്നെ വെള്ളമയം ഇല്ലാത്ത നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം. അത് വഴണ്ടു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ ഇത് നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.